നാനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ബോട്ടോക്സിനേക്കാളും കൂടുതൽ നന്നായിട്ട് പെനട്രേറ്റ് ആണ്. കുറച്ചുകൂടി ഉള്ളിലോട്ട് ഇറങ്ങി ആ പ്രശ്നങ്ങളെ മാറ്റുന്നതാണ് നാനോപ്ലാസ്റ്റി. ബോട്ടോക്സ് പഴയതാണ്, പഴയ ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട് ബോട്ടോക്സൊക്കെ. അതിനേക്കാളും അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ നാനോപ്ലാസ്റ്റിയിലോട്ട് വരുന്നത്. ഓക്കെ, ആ പേരിലുണ്ട് നാനോ എന്ന് വെച്ചാൽ വളരെ ചെറിയ കണ്ടൻ്റായിട്ടുള്ള പാർട്ടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇനി മാഡത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? സ്ട്രൈറ്റ് ചെയ്തിട്ട് അടിയിൽ വന്നിട്ട് കുറച്ച് മറച്ചിടുന്ന രീതിയിൽ. അടിയിൽ ഒരു സ്ട്രൈറ്റ് ലുക്ക് വേണ്ട ഇല്ലേ? അപ്പോൾ അടിയിൽ സ്ട്രൈറ്റ് ലുക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഡക്റ്റ് ഉള്ളിലോട്ട് കയറുന്നത് കുറയ്ക്കേണ്ടത് വരും. അപ്പോൾ അവിടെ റിസൾട്ട് കുറയും. അതാണ് ഈ എൻഡ് ഭാഗം നമ്മൾ കേട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം. എന്നാലും നമുക്ക് ചേരണം അല്ലേ? ചേരണം, അങ്ങനെ കൂടി ഒരു നാച്ചുറൽ ലുക്ക് കൂടി വേണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് എൻഡ് ഭാഗം മാത്രം ചെറുതായിട്ട് ഒന്ന് കേട് ചെയ്യുക. ഓക്കെ, ഒരു പ്രീമിയം നാനോപ്ലാസ്റ്റിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് അല്ലേ? ഓക്കെ അല്ലേ? നല്ല ലുക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എൻഡ് ഭാഗം ചെറിയൊരു കേടായിട്ട് നിൽക്കുന്ന ആണ് ആഗ്രഹിച്ചത് അല്ലേ? അപ്പോൾ ഹെയർ നല്ല ഡാമേജ് ആയിരുന്നു. ഡാമേജ് എന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരുന്നു, ഡ്രൈയും ഫ്രിസ്നെസ്സും ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു പ്രശ്നമെല്ലാം മാറിയിട്ടില്ല. തുടർന്നെങ്കിൽ നമ്മൾ ആഫ്റ്റർ കെയർ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകണം.